നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. IPL മത്സരങ്ങളുടെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. 28-ാം തീയതിയാണ് ഉദ്ഘാടന മത്സരം. അതിനുശേഷം പിന്നെ ഒരു പൂരമാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ ഡേറ്റൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചെറിയ ചില മാറ്റങ്ങൾ ഫിക്സറിൽ വരുമോ എന്നുള്ളത് കണ്ടറിയണം. ഏതായാലും രണ്ടാം ഘട്ട ഫിക്സറും അധികം വൈകാതെ തന്നെ പുറത്തേക്ക് വരും. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഓരോ ടീമുകളെയും എടുത്ത് അനലൈസ് ചെയ്യുന്ന വീഡിയോ സീരീസ് ആരംഭിച്ചിട്ട് ഓൾറെഡി CSK കുറിച്ച് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് മുംബൈ ഇന്ത്യൻസിനെ കുറിച്ചാണ്. മുംബൈ ഇന്ത്യൻസ് MIയെ സംബന്ധിച്ചിടത്തോളം CSK പോലെ തന്നെ ഏറ്റവും അധികം IPL കിരീടങ്ങൾ ചൂടിയ ടീമാണല്ലോ. ഇത്തവണയും അവർ ആ ഒരു ആധിപത്യം പുലർത്തുക എന്ന ലക്ഷ്യത്തിൽ തന്നെയാണ് വരുന്നത്. മികച്ച സ്ക്വാഡുണ്ട്, ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. MIയുടെ സ്ക്വാഡ് നമുക്ക് ആദ്യം നോക്കാം. ഇത് MIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നുള്ള വിവരങ്ങളാണ് പങ്കുവെക്കുന്നത്. ബാറ്റേഴ്സായിട്ട് രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, റോബിൻ മിൻസ്, ഷർഫൻ റുദർഫോർഡ്, റിയാൻ റിക്കിൾട്ടൺ, ക്വിൻ്റൻ ഡീകോക്ക്, ഡാനിഷ് മലവാർ, തിലക് വർമ്മ. അപ്പോൾ അതിൽ റോബിൻ മിൻസും അതുപോലെ തന്നെ റിക്കിൾട്ടനും ക്വിൻ്റൻ ഡീകോക്കും വിക്കറ്റ് കീപ്പർ ബാറ്റർമാരാണ്. കിടിലൻ ബാറ്റിംഗ് ലൈനപ്പാണ്. രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും തിലക് വർമ്മയും അടങ്ങുന്ന ഇന്ത്യൻ കോർ നമുക്കവിടെ കാണാൻ പറ്റും. ഓൾറൗണ്ടേഴ്സ് ആകുമ്പോൾ അവിടെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ഉണ്ട്, നമാൻ ദിർ, മിച്ചൽ സാന്നർ, രാജങ്കത് ബവ, അഥർവ അങ്കോലേക്കർ, ദെൻ മായങ്ക് റാവുത്ത്, കോർബിൻ ബോഷ്, വിൽ ജാക്സ്, ഷാർദുൽ താക്കൂർ. മികച്ച ഫോമിലാണ് വിൽ ജാക്സ് ഒക്കെ. മിച്ചൽ സാന്നർ ഇപ്പോൾ ബാറ്റ് കൊണ്ടും മികവ് കാണിക്കുന്നുണ്ട്. പാണ്ഡ്യയുടെ കാര്യം പിന്നെ ഞാൻ പറയേണ്ടതില്ലല്ലോ. സോ കിടിലൻ ഓൾറൗണ്ടർമാരുണ്ട്. ബോളർമാരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ട്രെൻ ബോൾട്ട്, മയങ്ക് മാർക്കണ്ഡെ, ദീപക് ചാഹർ, അശ്വിനി കുമാർ, രഘു ശർമ്മ, മുഹമ്മദ് ഇസർ, അല്ലാ ഗസൻഫർ ആൻഡ് വൺ ആൻഡ് ഓൺലി ജസ്പ്രീത് ബുംറ. വാട്ട് എ സ്ക്വാഡ്! എന്തു പറയുന്നു? ഈ സ്ക്വാഡ് ഇത്തവണ കിരീടം കൊണ്ടുപോയാൽ അത്ഭുതം തോന്നുമോ? ഇല്ല, അവരൊന്ന് ക്ലിക്കാവുകയേ വേണ്ടൂ. പതിവ് പോലെ മികച്ച സ്ക്വാഡുണ്ട്. ബാക്കി കളിക്കളത്തിൽ കാണണം. ഇപ്പോൾ നമ്മൾ അവരുടെ വിദേശ നിര മാത്രം ഒന്ന് എടുത്ത് നോക്കുക. ഇതിൽ ഏത് 4 താരങ്ങളെ കളിപ്പിക്കുന്ന കൺഫ്യൂഷനായി പോകും. അങ്ങനെയുള്ള നിരയാണ്. ഷർഫൻ റുദർഫോർഡ്, റിയാൻ റിക്കിൾട്ടൺ, ക്വിൻ്റൻ ഡീകോക്ക്, മിച്ചൽ സാന്നർ, കോർബിൻ ബോഷ്, വിൽ ജാക്സ്, ട്രെൻ ബോൾട്ട്, അല്ലാ ഗസൻഫർ. ഇതാണ് അവരുടെ 8 വിദേശ താരങ്ങൾ. ഇതിൽ ഏത് 4 താരങ്ങൾ കളിപ്പിക്കും? കൺഫ്യൂസ്ഡായി പോവും. അപ്പോൾ ഞാൻ പറയുന്നത് വിൽ ജാക്സിനെ അവരെന്തായാലും കളിപ്പിക്കും. കാരണം ഇപ്പം ഇന്നും ഫോമിലാണ്. അദ്ദേഹം വേൾഡ് കപ്പിലൊക്കെ കളിച്ചത്. സോ വിൽ ജാക്സ് ഉണ്ടാവും. പിന്നെ QDKയോ റിയാൻ റിക്കിൾട്ടനോ രണ്ടിലൊരാൾ കളിക്കും. പിന്നെ മിച്ചൽ സാന്നർ ഇപ്പോൾ ബാറ്റ് കൊണ്ട് നല്ല ഫോമിലായതുകൊണ്ട് അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താൻ പറ്റും. അദ്ദേഹത്തിൻ്റെ സ്പിൻ ബൗളിംഗ് പ്ലസ് അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് എബിലിറ്റി ഗുണം ചെയ്യും. ആൻഡ് ട്രെൻ ബോൾട്ട്. ഈ 4 പേര് ആദ്യ മത്സരത്തിൽ വിദേശ താരങ്ങൾ കളിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബാക്കി ഇതൊക്കെ ആദ്യത്തെ കളികളിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂ. ബാക്കി അവരുടെ ഫോമും പിച്ചിൻ്റെ അവസ്ഥയും ഗെയിമിൻ്റെ കണ്ടീഷനും ഒക്കെ വെച്ചിട്ടാണ് കാര്യങ്ങളിൽ മാറ്റമുണ്ടാവുക. അപ്പോൾ ഈ ഒരു വിദേശ നിര കണ്ടാൽ തന്നെ അറിയാം ടീമിൻ്റെ ശക്തി എത്രയാണ്. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോർമിഡബിളാണ്. കിടിലൻ നിരയാണ്. രോഹിത് ശർമ്മ, ഷർഫൻ റുദർഫോർഡ്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ സൂപ്പർ ബാറ്റർമാരാണ്. പിന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായിട്ട് റോബിൻ മിൻസും QDKയും അതുപോലെ റിയാൻ റിക്കിൾട്ടണും. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോൾ മിൻസും രോഹിത് ശർമ്മയും അല്ലാത്തവരൊക്കെ ഈ T20 വേൾഡ് കപ്പിൽ കളിച്ചിട്ടുള്ളവരാണ്. അതാണ് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഇപ്പോൾ മിന്നും ഫോമിൽ നിൽക്കുന്ന, വേൾഡ് കപ്പൊക്കെ കളിച്ചിട്ടുള്ള എലൈറ്റ് പ്ലെയേഴ്സാണ് അവിടെ ഉള്ളത്. അതിൽ തന്നെ ഇപ്പോൾ രോഹിത് ശർമ്മ ശരിയാണ്, ഇപ്പോൾ T20 ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കളിക്കുന്നില്ല. അദ്ദേഹം T20 കളിച്ചിട്ട് കുറച്ചായി. എന്നാൽ പോലും ഹിറ്റ്മാൻ എന്നും ഹിറ്റ്മാൻ അല്ലേ. അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ താൻ ആ ബാറ്റിൽ നിന്ന് സിക്സറുകൾ വരും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. സോ വളരെ മികച്ച രൂപത്തിലുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പ് അവർക്കുണ്ട്. ഇനി ഓൾറൗണ്ടേഴ്സിൻ്റെ ക്വാളിറ്റി നോക്കുകയാണെങ്കിലോ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ല. സൂപ്പറാണ്. ആരാ അവിടെ നയിക്കാനുള്ളത്? സ്കിപ്പർ പാണ്ഡ്യയാണ്. ഹാർദിക് പാണ്ഡ്യ ഉണ്ട്. ഒരുപാട് രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾറൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റാണ്. കോർബിൻ ബോഷ്, ഷാർദുൽ താക്കൂർ. സോ പാണ്ഡ്യ, കോർബിൻ ബോഷ്, ഷാർദുൽ താക്കൂർ ഇവരാണ് പ്രധാനമായിട്ടുള്ള പേസ് ബൗളിംഗ് ഓൾറൗണ്ടേഴ്സ് എന്ന് പറയാം. പിന്നെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടേഴ്സ് നോക്കുമ്പോൾ മിച്ചൽ സാന്നറും വിൽ ജാക്സും. എന്താ അവരെ പറ്റി പറയേണ്ടത്? ഇപ്പോൾ വേൾഡ് കപ്പിലൊക്കെ ഉള്ള പെർഫോമൻസ് വെച്ചിട്ട്
കൂടുതലൊന്നും ആഡ് ചെയ്യണ്ടല്ലോ, ആ 2 പേര് പ്ലേയിങ് ലെവലിൽ ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇത് നമ്മൾ വെറുതെ സ്ക്വാഡിൻ്റെ ഡെപ്ത് പറയാൻ വേണ്ടി പറയുന്ന പേരുകളല്ല. തീർച്ചയായിട്ടും അവരുടെ ലീഡർഷിപ്പ് ഗ്രൂപ്പിന് വേണ്ട വിധത്തിൽ ഓരോ കളിക്കനുസരിച്ച് ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നിര തന്നെ ഓൾറൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ഇനി ബൗളിംഗ് നോക്കുകയാണെങ്കിലോ ആരാ? നമ്മുടെ ജസ്പ്രീത് ബൂംറയല്ലേ അവിടെ ഉള്ളത്. ആ 4 ഓവറിൽ എതിരാളികൾ റണ്ണെടുക്കാൻ ശരിക്കും ബുദ്ധിമുട്ടും. വേൾഡ് കപ്പിൻ്റെ ഫൈനലിലടക്കം നമ്മളത് കണ്ടതാണ്. ബൂംറ മാത്രമല്ല, ദീപക് ചാഹർ, ട്രെൻറ്റ് ബോൾട്ട്, ഇവർ 2 പേരും, ചാഹറും ട്രെൻറ്റ് ബോൾട്ടും ന്യൂ ബോൾ പേസേഴ്സിൻ്റെ കാര്യത്തിൽ IPL മോസ്റ്റ് സക്സസ്ഫുൾ ആയിട്ടുള്ള ന്യൂ ബോൾ പേസ് ബോളേഴ്സാണ്. പിന്നെ ലെഫ്റ്റ് ആം പേസർ അശ്വിനി കുമാർ കഴിഞ്ഞ IPL സീസണിൽ നന്നായിട്ട് ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു സോളിഡ് ബാക്കപ്പ് ആയിരിക്കും. അതുകൂടാതെ നമുക്കറിയാലോ, ഇപ്പോൾ സ്പിൻ ബൗളിങ്ങിന് സാന്നറും ജാക്സും മാറ്റി നിർത്തിയാൽ, ഒരു ഓൾറൗണ്ടർമാരെ കൂട്ടത്തിൽ നമ്മൾ പെടുത്തിയാൽ, പിന്നെ മായങ്ക് മാർക്കണ്ഡേ ഉണ്ട്, അല്ലാ ഗസൻഫർ ഉണ്ട്. അവർക്കും മിഡിൽ ഓവേഴ്സിൽ വളരെ ലേതലായിട്ട് ബോൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വളരെ സോളിഡായിട്ടുള്ളൊരു മുംബൈ ഇന്ത്യൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. തീർച്ചയായിട്ടും രോഹിത് ശർമ്മക്കൊപ്പം റിയാൻ റിക്കിൾട്ടനോ KDKയോ ഓപ്പൺ ചെയ്താൽ, നമ്പർ 3 തിലക് വർമ്മ വന്നാൽ, സൂര്യ നമ്പർ 4 ഇന്ത്യൻ ടീമിലെ പോലെ തന്നെ നമ്പർ 4 സൂര്യ വരുന്നു. പിന്നാലെ ഹാർദിക് പാണ്ഡ്യ വരുന്നു. അതിനുശേഷം വിൽ ജാക്സ് നമ്പർ 6 വരുന്നു. നമാന്തിർ വരുന്നു. മിച്ചൽ സാന്നർ അടുത്തായിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നു. ദീപക് ചാഹർ, ട്രെൻറ്റ് ബോൾട്ട്, ജസ്പ്രീത് ബൂംറ. എന്താ 11? സൂപ്പർ 11ആണ്. ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് ഷാർദുൽ താക്കൂറിനെയോ മായങ്ക് മാർക്കണ്ഡെയോ ഒക്കെ കളിയുടെ സ്വഭാവം വെച്ചൊക്കെ ഉപയോഗപ്പെടുത്താം. സോ ഇമ്പാക്റ്റ് പ്ലെയർ ഓപ്ഷൻ സ്വാഭാവികമായിട്ടും പിച്ച് കണ്ടീഷനും ആദ്യം ബാറ്റ് ചെയ്യണം, രണ്ടാമത് ബാറ്റ് ചെയ്യണം എന്നതിനനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഈ 11 ഏത് ഘട്ടത്തിലും ആരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു 11ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പം ഇവരുടെ ഒരു കീ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് തീർച്ചയായിട്ടും അവരുടെ ഇന്ത്യൻ കോർ തന്നെയാണ്. സാധാരണ മുംബൈ ഇന്ത്യൻസ് അങ്ങനെ തന്നെയാണ്. ഇന്ത്യൻ ടീമിലുള്ള ഒരു പിടി കളിക്കാരെ അവർക്കുണ്ടാവും. അതാണ് അവരുടെ ഏറ്റവും വലിയ ശക്തിയും. സോ ഇവിടെ ആരൊക്കെയാണ്? രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബൂംറ, ഹാർദിക് പാണ്ഡ്യ, തിലക് വർമ്മ. സോ ആ ഒരു ഇന്ത്യൻ കോർ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നെ നല്ല രൂപത്തിലുള്ള ബാറ്റേഴ്സിൻ്റെയും ഓൾറൗണ്ടേഴ്സിൻ്റെയും ഒക്കെ ഒരു നിര തന്നെ നമുക്കവിടെ കാണാൻ പറ്റുന്നു. പിന്നെ ബൂംറ, പാണ്ഡ്യ, ചാഹർ, അത് ഒരു ചെറിയ ആശങ്ക. ഈ 3 പേരും ഇഞ്ചുറി പ്രോൺ ആണ് എന്നുള്ളതാണ്. തുടരെ 2-2.5 മാസക്കാലം കളിക്കുമ്പോൾ ഇഞ്ചുറി അവരെ വലക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. സോ 2 മാസം ആണ് കളിയുള്ളത്. സോ ഇഞ്ചുറി വലക്കാതിരുന്നാൽ തീർച്ചയായിട്ടും വളരെ ലേതലായിട്ടുള്ളൊരു ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ് അവർക്കുള്ളത്. ഏതാണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും മികച്ച ബാക്കപ്സ് ഒക്കെയുള്ള ഒരു സ്ക്വാഡാണ് അവരുടേത്. സോ ഈ ടീം ക്ലിക്കായാൽ എതിരാളികൾ ബുദ്ധിമുട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും നിങ്ങൾക്ക് ഇതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.